തേടി അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കാൻ താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുതി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും, ഇതിലാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുതി അറിയിച്ചിരുന്നു. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നു. വളരെ സന്തോഷകരമായിട്ട് കൈകൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ രേണുസുതിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ്. ബിക്കോസ് ഞങ്ങൾ വളരെ അതിനു മുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്, തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോയിൽ ഷാരിക എന്ന് പറഞ്ഞ ആങ്കർ രേണുസുതിയെ അന്ന് ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് അവർ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് അവർ പറഞ്ഞ രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അവരെ പൂർണ്ണ അധികാരത്തോടാണ്, അല്ലാതെ അവരെ ഞാൻ ഭയങ്കരമായിട്ട് ഷോയിൽ വിളിച്ച് നിർത്തി കളിയാക്കുന്ന രീതിയോ അങ്ങനെയൊന്നുമില്ല, അപമാനിക്കുന്ന രീതിയൊന്നുമല്ല. ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരാണ് ഇതേ കണക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞങ്ങൾ കെട്ടിപ്പിടിച്ചതിനൊക്കെ ശേഷമാണ് ഒരു ഇൻ്റർവ്യൂ തുടങ്ങിയതിന് അതിന് ശേഷം ഇൻ്റർവ്യൂ തീർന്നതിന് ശേഷം ഞങ്ങൾ കെട്ടിപ്പിടിച്ചതിന് ശേഷമൊക്കെയാണ് പോയത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെല്ലാം കൂടെ ചേർന്ന് നാട്ടുകാരെ പറ്റിക്കുക എന്നുള്ളത്. വ്യൂസിനൊക്കെ വേണ്ടിയിട്ട് രേണുസുതിയും ഈ ഒരു ആങ്കറും എല്ലാവരും ആ ഒരു ചാനലും എല്ലാം കൂടെ ചേർന്ന് നാട്ടുകാരെ പറ്റിക്കുകയാണ്. യുവമാരെയൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റും എന്നുള്ള ഒരു വിചാരത്തിലാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടുന്നത്. ഇത് വഴി ഉണ്ടെങ്കിൽ രേണുസുതിക്ക് കുറച്ച് റീച്ച് കിട്ടാനും കൂടെ ആണോ എന്ന് അറിയത്തില്ല. കാരണം പുള്ളിക്കാരിക്ക് കുറേയധികം നെഗറ്റീവ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു വീഡിയോ ഒക്കെ വരുന്നത്. വന്ന സമയത്ത് രേണുസുതിയെ എതിർത്തവർ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇതിനു വേണ്ടി നടത്തിയ പ്ലാനായിരിക്കും ഇവർ രണ്ടുപേരും കൂടെ. ഇതിന് ശേഷം ഈ ഒരു ആങ്കറിന് ഭയങ്കര നെഗറ്റീവ് കമൻസ് ഒക്കെ വന്ന സമയത്താണ് ഇവരിപ്പം വീഡിയോ വന്നേക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തതെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് എന്തായാലും നാട്ടുകാരെ പറ്റിച്ചതാണ് എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതേ കണക്കുള്ള പറ്റിയരുമായിട്ട് വന്ന് ആരും പറ്റിക്കപ്പെടത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവരുടെ അടുത്ത് പറയാനുള്ളത്. എന്തായാലും ബാക്കിയുള്ളവർ ഇവർക്ക് കിട്ടേണ്ട കണക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇവർ ബാക്കിയുള്ളവരെ പറ്റിക്കാൻ നോക്കി ഇവർക്ക് വേണ്ടത് കിട്ടി. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്.